കേരളത്തെ നടുക്കിയ ആലപ്പുഴ കരുവാറ്റ കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കില്ല എന്നുള്ള നിഗമനത്തിലാണ് നിലവിൽ പോലീസ് എത്തിയിരിക്കുന്നത്. പിടികൂടിയ 13-കാരിയും സുഹൃത്തും മറ്റ് 2 കൂട്ടുകാരും ചേർന്നാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സ്വർണം പണയം വയ്ക്കാൻ സഹായിച്ചയാൾക്ക് കൊലപാതകത്തിൽ പങ്കില്ല. 4 പ്രതികളെയും ഇന്ന് ജുവനൈൽ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. സഹിൻ ആന്റണിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേർന്നത്. സഹിൻ, ഗുഡ് മോർണിംഗ് സഹിൻ. ഒരു നാടിനെ ഒന്നാകെ ഞെട്ടിപ്പിച്ച സംഭവമായിരുന്നു ഇത്. ഞെട്ടൽ ഇരട്ടിയാക്കിയത് ആ കൊലപാതകത്തിന്റെ കൂടുതൽ കാരണങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയും. ഇപ്പൊ എന്താണ് ഈ വിഷയത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം പോലീസിന്റെ വാർത്താ സമ്മേളനം നമുക്ക് കേൾക്കുമ്പോൾ അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈ കുട്ടികൾ ചെയ്തിരിക്കുന്നത് അതീവ ഗൗരവതരമായ കാര്യമാണ്, ഗുരുതരമായ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ നിയമങ്ങളുടെയൊക്കെ പിൻബലത്തിൽ സാധാരണ ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസുകളുടെ പ്രൊസീജിയർ വഴി പോകാൻ ആലോചന നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിന് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ അനുമതി വേണം. പിള്ളേർക്ക് ആർക്കും തന്നെ പ്രായപൂർത്തിയായിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നടക്കാനിരിക്കുന്നു സഹിൻ? ഒപ്പം പോലീസിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ്? സേതു പറഞ്ഞതുപോലെ തന്നെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ വാർത്തകളാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഒരു 13 വയസ്സുകാരി തൻ്റെ ബന്ധുവായിട്ടുള്ള ഒരു വയോധികനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ കൊടുക്കുക എന്ന് തന്നെ പറയേണ്ടി വരും. തൻ്റെ ആൺ സുഹൃത്തിനെ അതിനുവേണ്ടി നിയോഗിക്കുന്നു. അയാളാകട്ടെ +2 പഠിക്കുന്ന മറ്റ് 2 സുഹൃത്തുക്കളെ കൂടി തരപ്പെടുത്തിക്കൊണ്ട് ആ കൊലപാതകം എത്ര ആസൂത്രിതമായി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനുശേഷം അവർ ആ സ്വർണ്ണമെടുത്ത് പണയം വെക്കാൻ മറ്റൊരാളെ ഏൽപ്പിക്കുന്നു. ഈ സ്വർണ്ണം പണയം വെച്ച ആൾക്ക് ഈ കൊലപാതകത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇവരെവിടെ നിന്നാണ് സ്വർണം കൊണ്ടുവന്നതിനെ കുറിച്ചോ യാതൊരുവിധ അറിവില്ലായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ പെൺകുട്ടി ഈ കൊലപാതകത്തിൽ ഈ വയോധികനെ കൊല ചെയ്യാൻ സുഹൃത്തുക്കളെ പറയുമ്പോൾ അല്ലെങ്കിൽ ആവശ്യപ്പെടുമ്പോൾ അതിന് പിന്നിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒന്ന്, ഈ സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവിടെ സ്വർണം ഉണ്ടായിരുന്നു എന്ന് കുട്ടിക്ക് അറിയാമായിരുന്നു, അതെവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് അറിയാമായിരുന്നു, ഇതെല്ലാമുണ്ട്. മറ്റൊന്ന്, കുട്ടി തന്നെ പോലീസിന് കൊടുത്തിരിക്കുന്ന ഒരു മൊഴിയുണ്ട്. അത് ഇയാൾ ആ കുട്ടിയെ ബാഡ് ടച്ച് ചെയ്തിരുന്നു അല്ലെങ്കിൽ മോശമായി സ്പർശിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു മുൻവൈരാഗ്യം കുട്ടിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും പോലീസ് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുട്ടികൾ ആസൂത്രിതമായി ചെയ്ത വലിയ ഒരു കൊലപാതകം, അതും ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കാത്ത തലത്തിൽ അത് നടപ്പിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതും എങ്ങനെ ഈ കുട്ടികൾ ഇതൊക്കെ നടപ്പിലാക്കി എന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത്. ഇവർക്ക് കൃത്യമായ പരിശീലനമോ അല്ലെങ്കിൽ കൃത്യമായ നിർദ്ദേശങ്ങളോ എവിടെ നിന്നെങ്കിലും ലഭിച്ചിരുന്നു എന്നുള്ളത് പോലീസ് പരിശോധിച്ചു. പക്ഷേ അതിലാരും തന്നെ ഇവർക്ക് യാതൊരു വിധത്തിലുള്ള സഹായികളും ഇല്ലായിരുന്നു. കുട്ടികൾ തന്നെ മറ്റേതോ വഴികളിൽ ഇത് കണ്ടെത്തിയിരിക്കുന്നു. കൊല ചെയ്യേണ്ട രീതികളെക്കുറിച്ചും എങ്ങനെ കൊല ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പോലീസിന് മനസ്സിലാകുന്നത്. എന്തായാലും സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരിക്കലും കേരളം കേൾക്കാൻ പാടില്ലാത്ത ഒരു വാർത്ത അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാർത്ത, അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പുതിയ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഈ 13 വയസ്സുകാരിയും സുഹൃത്തുക്കളും ചെയ്തിരിക്കുന്ന ഈ കൊലപാതകം കേരളത്തിനെ അങ്ങേയറ്റം ഭയപ്പെടുത്തുന്നതാണ് സേതു. നിശ്ചയമായി സഹിൻ, നിശ്ചയമായും ഇങ്ങനത്തെ ഒരു കൊലപാതകം, ആ കൊലപാതകം ആസൂത്രണം ചെയ്ത രീതി, പിന്നെ ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രതികളായിട്ടുള്ള ആളുകളൊക്കെ 18 വയസ്സിന് താഴെയുള്ള ആളുകളാണെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം. ഇത് എന്താ സമൂഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അത് വളരെ ഗൗരവപൂർവ്വം നമ്മൾ സംസാരിക്കേണ്ടതും ചർച്ചയാക്കേണ്ടതും ഒക്കെയാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകൾക്ക് മുൻപ് ഇങ്ങനത്തെ സമാനമായ ഏറെക്കുറെ ഇതുമായിട്ടൊക്കെ ചേർത്ത് വെക്കാൻ പറ്റുന്ന 1-2 സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അന്ന് സ്കൂളുകളൊക്കെ കേന്ദ്രീകരിച്ച് വ്യാപകമായി കൗൺസിലിംഗ് ക്ലാസ്സുകളും മറ്റുമൊക്കെ സംഘടിപ്പിച്ചതാണ്. പക്ഷേ എങ്കിലും വീണ്ടും ഇനി അതിനൊക്കെ ഒരു തുടർച്ചയില്ലാത്തതാണോ, അതോ ഇതൊന്നും ഇവരുടെ തലയിലേക്ക് എത്തുന്നില്ലേ? ഇവർക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് ഒരാളെ കൊല്ലുക എന്നൊക്കെ പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ഒരു മനുഷ്യനെ കൊല്ലുന്ന സംഭവമാണ്. അതും ഇത്രയും ആസൂത്രണം ചെയ്ത് അയാളെ പിടിച്ചു കെട്ടി ശ്വാസം മുട്ടിച്ചൊക്കെ കൊലപ്പെടുത്തുക എന്ന് പറയുന്നത്, അതിന് വേറെ ആരുടെ സഹായമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേനും അത് അത്രയും സീരിയസ് ആയിട്ട് നമ്മുടെ സമൂഹം സംസാരിക്കേണ്ടതാണ്, ചർച്ച ചെയ്യേണ്ടതാണ്. ഇതൊരു നടപടിയിൽ ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല. ഇപ്പം കുറ്റക്കാർക്കെതിരെ ശിക്ഷ കൊടുക്കണം, അതിൽ തർക്കമൊന്നുമില്ല. ഇവരെ ശിക്ഷിച്ചാൽ മാത്രം പോരാ. ഈ പിള്ളേരെയൊക്കെ ഈ ചിന്തയിൽ നിന്ന് തന്നെ മാറ്റണം. ഒരു കാര്യമുണ്ടായാൽ അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ, ഒരു വിഷയം ഉണ്ടായി. ഇപ്പോൾ ഈ കുട്ടി പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സ്ഥിരീകരണം ഉണ്ടോ എന്നുള്ളത് അറിയില്ല നമുക്കാർക്കും. 13-കാരി പറയുന്ന പോലെ ഒരു ബാഡ് ടച്ച് ഉണ്ടായി, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അത്രയും ഗൗരവമായി തന്നെ ഈ സമൂഹം സംസാരിക്കേണ്ടതും അയാൾക്കെതിരെ നടപടിയെടുക്കേണ്ടതും ഒക്കെയാണ്.